എടാ ഇത് ഞാനാ അഭയനാ. നീ എവിടെ ഉള്ളേ? ഞാൻ വിളിച്ചതേ എനിക്ക് നിന്റെ റൂമിന്റെ അടുത്ത് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നീ എവിടെ ഉള്ളപ്പാ ഞാൻ വേറെ ഹോട്ടലിൽ റൂം എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങട്ടെ അങ്ങോട്ട്? അയ്യോ നീ എവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് എന്തിനാ? ഇനി ഇവിടെ പോവും, വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തല്ലോ. ഇനിയിപ്പോ ആരെ വിളിക്കും ദൈവമേ? ഇറക്കി വിട്ടല്ലേ? വിട്ടു. എന്താ ഇത്തവണത്തെ റീസൺ? ഒന്നും പറയണ്ട, ഒരു ഫാമിലി ഫ്രണ്ട് വീട്ടിൽ വന്നതാ. പുള്ളി എന്നെ കണ്ടത് ഒരു ചോദ്യം, കുറെ നാളായാലും വെറുതെ ഇരിക്കണേ എന്തേലും പണിക്കോ കൂടിയെന്ന്. ഞാൻ പുള്ളിനോട് പറഞ്ഞേ അങ്കിളിൻ്റെ അടുത്ത് കുറെ പൈസ ഇല്ലേ, കുറച്ച് പൈസ എനിക്കിതാ, ഞാൻ വല്ല ബിസിനസ് ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളി ചോദിക്കുക, നിനക്ക് എന്ത് ഐഡിയ ഉള്ളത്, നിനക്ക് എന്ത് ബിസിനസ് അറിയാമെന്ന്. എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലടാ. ഞാൻ അപ്പം തന്നെ നല്ല ആട്ടാട്ടി മൂത്ത് നോക്കി. തനിക്ക് പൈസ തരാൻ പറ്റുമെങ്കിൽ പൈസ താ, ഇല്ലെങ്കിൽ താൻ വലിയ വർത്താനൊന്നും പറയണ്ട പറഞ്ഞു. ഇത് കേട്ടിട്ട് അകത്തുനിന്ന് അമ്മ വന്നടാ. അമ്മ ഒന്നും പറഞ്ഞൊന്നുമില്ല, നല്ല ആട്ടാട്ടി. ബാഗ് എടുത്ത് കൈ തന്നിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാനുള്ള ആരെങ്കിലും അവിടേക്കോ? ഞാൻ ഇറങ്ങി. അല്ല ഇത് നീ എങ്ങനെ അറിഞ്ഞേ? ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതാണ്. സത്യം. ഇതേ സ്റ്റാറ്റസ് തന്നെയല്ലേ നീ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴോട്ടത്? ഞാനാണെങ്കിൽ കണ്ടും പോയി. എന്നാ നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോയാലോ? പഴയതുപോലെയല്ല, ഒരു കുടുംബമൊക്കെ ആയിട്ട് നല്ല സമാധാനത്തോടെയാണ് പോണത്. തകർക്കരുത്. ഇല്ല സത്യം, നിന്റെ കല്യാണത്തോടുകൂടി ഞാൻ നന്നായിട്ട് മാറി. നമുക്ക് പോയാലോ നിന്റെ വീട്ടിലോട്ട്? വണ്ടി എടുക്കും. പുട്ടാണല്ലേ, കൊള്ളാം, കഴിക്ക്. കൊള്ളാം. പെട്ടെന്നുള്ള വരഹായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളെ സമയം എടുത്ത് സമാധാനമായിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്ത് തന്നാൽ മതി. ഞാനിതൊക്കെ തിന്ന് വിടാം, എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. നിങ്ങളുടെ പഴയ കഥയൊന്നും കിട്ടുവിനോട് പറഞ്ഞിട്ടില്ല. കിട്ടുവോ? പൂജയല്ല പിന്നെ ആരെ കിട്ടൂ? നീയാണോ കിട്ടൂ? ഈ മോത്തിന് ഇടാൻ പറ്റിയ പേര് തന്നെ എന്താ കിട്ടും? അതെന്താ കിട്ടുമെന്നും പറയാണ്ടിരുന്നേ? കിട്ടു പറയൂട്ടാ. ഇല്ല കിട്ടു പറയൂലേ? പറയാം. പറഞ്ഞാതി. കിട്ടു താൻ ജോലി അന്വേഷിച്ചു വന്നാന്ന് പറഞ്ഞായിരുന്നു. നല്ലോണം ശ്രമിച്ചാൽ മതി, കിട്ടും. ജോലി ആർക്ക്? എന്തിനി? ഓക്കെ, അതെ ജോലിയാണല്ലോ, ജീവിക്കണ്ടേ? അല്ലേലും ഈ മറ്റുള്ളവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാതെ സ്വന്തം പാഷനെ കൂടെ കൂട്ടണവര് പതിയെ സെറ്റാവുള്ളൂ. കഷ്ടപ്പെടും. താങ്ക്സ് ഉണ്ടട്ടാ.
എന്താ തൻ്റെ പാഷൻ? ഉം. കടലക്കറി കൊള്ളാം. കടലക്കറിയല്ല, ഗ്രീൻ പീസ്. എന്തായാലും കറിയല്ലേ, കൊള്ളാം. സന്ധ്യ ഉണ്ടാക്കിയതാണല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അല്ല, പാഷൻ എന്താന്ന് പറഞ്ഞില്ല. പാഷനല്ലേ? ഞാനേ പോയി കൈ കഴുകട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പാഷൻ എല്ലാം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. കൈ കഴുകിയിട്ട് വരാം. ഇവനെന്ത് ഈ നേരത്ത്? എന്താടാ? എടാ ഞാനാ. നീ എന്തേലും ഒപ്പിച്ചു വെച്ചാ? നീ ഒന്ന് ഫോള് വരെ വന്നേ. ആ വരാം. എന്താടാ? എടാ ഞാനേ ഓരോന്നിങ്ങനെ ചിന്തിച്ചിരിക്കായിരുന്നു. ആ നീ ചിന്തിക്കുന്നത് വളരെ ശരിയാ. ആണല്ലേ? നീ ഞങ്ങൾക്കൊരു ബാധ്യത തന്നെയാ. ഇപ്പൊ വേണ്ട, രാവിലെ തന്നെ പൊക്കോ. അതല്ല ഞാൻ ചിന്തിച്ചിരുന്നത്. ഞാൻ എൻ്റെ പാഷൻ എന്താന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു. എന്താണ് എൻ്റെ പാഷൻ? പാഷൻ ഇപ്പോ അതെ, ഈ സമയത്ത് അതെ, നല്ല സമയമല്ലേ? ഒരു വീക്ക് വെച്ചൊന്നുണ്ടല്ലോ രാത്രി അവൻ്റെ അമ്മൂമ്മയുടെ. എടാ ഞാൻ സീരിയസാ. എടാ ഇത് നീ നിന്നോട് തന്നെ ചോദിക്ക്, ഇങ്ങോട്ട് എഴുന്നള്ളിക്കാതെ. ക്രിക്കറ്റാണ് എൻ്റെ പാഷൻ. ആ കഴിഞ്ഞ ടൂർണമെന്റ് ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റുമോ? 4 കളി, ആദ്യത്തെ 2 കളിയിൽ 2 മുട്ട, മൂന്നാമത്തെയോ 10 ബോളിൽ 1 റൺ. അവസാനത്തെ പിന്നെ പറയണോ? ഗോൾഡൻ ഡക്ക്. അന്ന് വിരമിച്ചതാ. പക്ഷെ ഭാവിയുണ്ട്, ക്രിക്കറ്റിൽ ഭാവിയുണ്ട്. അപ്പൊ അതല്ല ഉണ്ട്. അപ്പൊ ക്രിക്കറ്റ് അല്ല, എന്താണെന്ന് പറഞ്ഞു തന്നാ മതി. പിന്നെ എന്നെ പിടിച്ചാകില്ല, ഞാൻ പറക്കും. പിന്നെ പറന്നങ്ങോട്ട് പോവല്ലേ. എന്തായാലും വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. ഇല്ല. ഇരുന്നങ്ങ് ആലോചിച്ചോ. ഓക്കെ, ഞാൻ പോയി കിടന്നിട്ട് വരാം. ഉറങ്ങരുത്. പാഷൻ പാഷൻ ഇന്ന് രാത്രി മൊത്തം കഷ്ടപ്പെട്ടാലും പാഷൻ കണ്ടുപിടിച്ചിട്ടേ കിടക്കാവൂ. ഓക്കെ, രാവിലെ തന്നെ പോവാളല്ലേ. എവിടേക്ക്? അപ്പൊ ഗുഡ് നൈറ്റ്. പാഷൻ അതെന്തായാലും ചിന്തിച്ചിട്ട് തന്നെ കാര്യം. പിന്നെ പോണ കേസ് അത് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ആലോചിക്കാം. നിങ്ങളുടെ ഡിങ്. ഈ പാതിരാത്രിക്ക് എവിടെ പോയതാ? അവൻ വിളിച്ചിട്ട് പോയതാ. എന്തിന്? അവന്റെ പാഷൻ എന്തോ കണ്ടുപിടിക്കണമെന്ന്. എന്നിട്ട് കണ്ടുപിടിച്ച? അവിടെ ഇരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. കിട്ടുമായിരിക്കും. നേരത്ത്. ഹലോ, അഭയകുമാരൻ എഴുന്നേറ്റോ? എഴുന്നേറ്റോണ്ടിരിക്കണം. ഫുഡ് അടുക്കളയിലുണ്ട്, അത് പറയാൻ വിളിച്ചതാ. ഓക്കെ. എടാ പിന്നെ തുണി നനക്കാനുണ്ട്. ഇന്നലെ എല്ലാം വാരി എടുത്തുകൊണ്ട് പോകുന്നതല്ലേ, ഏതാണ് നനച്ചതെന്നും നനക്കാത്തതെന്നും മനസ്സിലാവണില്ല. വാഷിംഗ് മെഷീൻ കംപ്ലൈന്റാ, തന്നെ നനയ്ക്കണം. ഓ, കുത്തിത്തിരുമല്ലേ? എന്താടാ? നീ എന്താ കിടന്ന് ഒച്ചുണ്ടാക്കണേ? എന്തോടത്? ഇതെന്റെ തുണി അലക്കിട്ടതാവണം കണ്ടേ. മുകളിൽ ടെറസ് പിന്നെ എന്റെ അമ്മായിച്ചിന് പിണ്ടം വെക്കാൻ പറ്റാനാണോ? ടെറസ് ഉണ്ടായില്ലേ, ഞാനത് മറന്നുപോയടാ. പെട്ടെന്ന് എന്റെ വീട് അറുന്നൂർത്ത് പോയി. നീ എന്തിനാ കിടന്ന് ടെൻഷൻ അടിക്കണത്? ഈ വീട്ടിലൊരു സാധനം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാണ്ടല്ലോ അവൾ ഈ വീട് എന്നെ തലയിരിച്ചു വെക്കും. അയ്യോ, ഇപ്പൊ വരും. ഒരു 10 മിനിറ്റ് എടുക്കുമായിരിക്കൂലേ? ഞാൻ അതിനുള്ളിൽ ഇത് നന്നായിട്ട് പിഴിഞ്ഞതാ. ഇപ്പൊ തന്നെ 10 മിനിറ്റ്. കോണത്തിലെ തുണി.
10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡിൽ വന്നല്ല. പോയി തുറക്ക്. ഇന്നത്തെ ദിവസം പോയി. തുണി കഴുകണമെന്ന് പറഞ്ഞപ്പോൾ കഴുകിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഈ വെടലക്കണ്ണ അത് ഇവിടെ കൊണ്ടുവന്ന് വിരിച്ചെടുത്ത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ ബഹളം വെക്കരുത് പ്ലീസ്. എന്താ പ്രശ്നം? താനാരാ? ചേട്ടാ, ഞാനേ ഇൻസ്റ്റാൾമെന്റ് സ്കീമായിട്ട് വന്നതാ. അപ്പോൾ ഈ മേശ, കസേര, കട്ടില് എന്നിവ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് സ്കീം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതൊന്നും വേണ്ട, അതൊക്കെ ഇവിടെ ഉണ്ട്. വേണ്ട വേണ്ട. വേണം 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 വേണം. എൻ്റെ റൂമിൽ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ. കട്ടിൽ വേണം. ഒന്ന് സെറ്റ് ചെയ്ത് തരും. തേക്കായാൽ അടിപൊളി. നല്ല ബാക്ക് പെയിൻ ഉണ്ട്. തേക്കാം. തേക്കാലേ? തേക്കാട്ടോ. സാറേ, അപ്പോൾ കട്ടില് വേണ്ട. കുറച്ച് കഴിയുമ്പോഴേ ഒരു ശവപ്പെട്ടി വേണ്ടി വരും. തേക്കല്ലേ? ഒരു വീക്ക് എന്നാണ്ടല്ലോ. നോക്കി കണ്ട് കോപ്പ കഴിച്ച് മാറ്റാ. അവളിപ്പോ വരും. വരും. വരുമ്പോഴേക്കും മാറ്റാം. ഏതെടുക്കും ആദ്യം? എടാ, എന്താടാ? നീ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇത് അഴിച്ച് മാറ്റടാ. ഓക്കെ. വിരിച്ചിടാൻ ഇത്രയും പാടുണ്ടായില്ല. അയ്യോ അയ്യോ, കയ്യത്തണല്ലോ. എടാ, അതൊക്കെ അഴിച്ച് മാറ്റടാ. അത് മാറ്റാം. ഞാനെന്ത് മണ്ടനാ. ഇതൊന്നും വെക്കട്ടെ കേട്ടോ. ഇല്ല, എടുക്ക, കുഴപ്പമൊന്നുമില്ല. നീ അഴകി. എല്ലാം ഓക്കെ അല്ലേ? ഇനിയൊന്നുമില്ല. ക്ലീൻ ആക്കിയിട്ടുണ്ട്. പഴയതുപോലായിട്ടുണ്ട്. നേരത്തെ ആണല്ലോ. നടന്നാണോ വന്നേ? അല്ല, ഓട്ടോന്. ഹലോ. ഹായ്. ഡോർ അടച്ചപ്പോ പതിയെ അടച്ചൂടെ? കാല് പോയി. ഓക്കെയാണ്. എൻ്റെ അമ്മച്ചി. സോറി, മറന്നുപോയി. അതെ, പറ്റിപ്പോയതാ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ കോൾ വരാനുണ്ട്. നീ ഇത് ഡീൽ ചെയ്യ്, ഞാനത് ഡീൽ ചെയ്തിട്ട് വരാം. ഓക്കെ? ആരും വിളിക്കണില്ലല്ലോ. അല്ല, ആയി. ബഹളങ്ങളൊന്നും കേൾക്കാനില്ലല്ലോ. സോൾവ് ആയിണ്ടാവോ? നോക്കി നോക്കാം. ഞാനെന്നോടാ എന്ത്? അതെ, ടെറസിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഓർത്തില്ല. എന്തായാലും
രണ്ടുപേർക്കും മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനമില്ല. അത് ശരിയാണ്. ഞാൻ ഇവൻ മിണ്ടണ്ട. ഇവൻ ഞാൻ ശരിയാവും. എന്താടാ ഈ മുല വരാം. കൊള്ളാം, എന്ത് മനോഹരം. ഡാ. ആ പേടിച്ചോല, നീയായിരുന്നോ? നിന്റെ പാഷൻ എന്താന്ന് മനസ്സിലായി. ബാക്കിയുള്ളവരുടെ ഉറക്കം കളയുക, അതാണ് നിന്റെ പാഷൻ. അളിയാ, നീ ഒന്ന് നോക്കിയേ, രാത്രിയിൽ ഈ ഭൂമി എത്ര മനോഹരം അല്ലേ? എന്താ മോനെ നിന്റെ പ്രശ്നം? എടാ, നീ ഈ ആകാശത്തേക്കൊന്ന് നോക്കിക്കേ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, ആഹാ എത്ര മനോഹരം. നിനക്ക് ഇതൊന്നും കണ്ടിട്ടൊന്നും തോന്നണില്ലേ? ഞാനേ ഒരു എഴുത്തുകാരനായാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. ആടാ, എന്റെ നെഞ്ചത്തിരുന്ന് എഴുത്. ചേടാ, ഇതെന്ത് നാടാ ഇത്? ഒരു പ്രോത്സാഹനം ഇല്ല. ശരി, ഇരുന്ന് മൊഴി. ആ, ഞാനൊരേ 2 വരി പറയാം. ഏ ചന്ദ്ര. ചന്ദ്രൻ, ചന്ദ്രനോടെ കറുത്തവ വന്നാ തോന്നുന്നു, ചന്ദ്രനില്ല. അത് കുഴപ്പമില്ല, അത് വിട്ടേക്ക്, വേറൊരു സാധനമുണ്ട്. അല്ലയോ നക്ഷത്രങ്ങളെ. അതെങ്ങനെയുണ്ട്? കൊള്ളാലേ? അല്ലയോ നക്ഷത്രങ്ങളെ, അല്ലയോ അല്ലയോ നക്ഷത്രങ്ങളെ. ആ, അല്ലയോ നക്ഷത്രങ്ങളെ. നക്ഷത്ര വരും, ഭാഗ്യവനുണ്ട്, പുറകവനുണ്ട്. എന്നിട്ട് അല്ല വേണ്ട, അത് വിട് വിട് വിട്. ഈ നാട്ടിലെ ഗുണ്ടകളുണ്ടാ? എന്തിനാ? അല്ല, ഞാനീ ആലോചിക്കാം, ഞാൻ പോയാൽ അവരുമായിട്ട് തല്ലുണ്ടാക്കാം, എന്നിട്ട് ഇവിടുത്തെ മെയിനാവാം. അതെങ്ങനെയുണ്ട്? എന്നിട്ട് വേണം അവർ തിരിച്ചെല്ലാം വരുമ്പോ നിനക്ക് ഇടിയും കൂടി എനിക്ക് കിട്ടും. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഉപദ്രവിക്കരുത്, ഇല്ല. അപേക്ഷയാണ്. ഓക്കെ, സമയമുണ്ടല്ലോ പേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അല്ല, നീ പോയി കിടന്നോ, എന്തേലും ഓർമ്മ പറയുകയാണെങ്കിൽ ഞാൻ വിളിക്കാം. ശരിയാണെന്നോ? ഓക്കെ, നീ കിടന്നോട്ടാ. നീ ഇവിടെ നിന്നോ. ശരി. അപ്പൊ എഴുത്തുകാരനും ഗുണ്ടയും ക്യാൻസൽ. പിന്നെന്താ എൻ്റെ പാഷൻ? അല്ല, സമയമുണ്ട്, ആലോചിക്കാൻ സമയമുണ്ട്. നമുക്കിങ്ങനെ നക്ഷത്രങ്ങളും ചന്ദ്രനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. ആ, എന്താണ് സന്ധ്യ ഈ നേരത്താണ് എഴുന്നേറ്റ് വരുന്നത്? സമയം എത്രയായി? കിച്ചണിൽ ഞാൻ ചായ ഇളക്കി ചോദിച്ചിട്ടുണ്ട്, മറക്കാതെ എടുത്ത് കുടിക്കണം. ഓക്കെ, എനിക്ക് ശുദ്ധമായി ശ്വസിക്കാൻ സമയമായി. ഞാൻ പോയിട്ട് വരട്ടെ. അവൻ എഴുന്നേക്കുമ്പോൾ പറഞ്ഞേക്കട്ടാ. ശരി ഏട്ടാ. അവനെന്തി? ശുദ്ധവായു ശ്വസിക്കാൻ പോയി. ശുദ്ധവായോ? ആ. സർട്ടങ്ങാനായിരിക്കും. എന്താ ഉദ്ദേശം? ബഡി, നീ ഇവിടെ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല. നീ കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കണം, എന്നിട്ട് വളരണം. വളർന്ന് 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 വലുതാകണം. ആ, മനസ്സിലാവണ്ട? അപ്പൊ ഈ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നവരെ നമ്മൾ എങ്ങനെ നേരിടണം? ഒന്നും നോക്കരുത്, മാറ്റി നിർത്തിയേക്കണം. ഉറപ്പല്ലേ? ഉറപ്പ്. മാറ്റമൊന്നുമില്ലല്ലോ? ഒരു മാറ്റവും ഇല്ല, മാറ്റി നിർത്തിയേക്കണം. ഇറടാ വീട്ടിൽ നിന്ന്. നിന്റെ തുണിയും കോടാനൊക്കെ എടുത്തോ? അത് വേണ്ട, ഒരു തമാശ പറയാൻ പറ്റില്ല നിന്നോട്. നിന്റെ ഭാര്യ പറഞ്ഞോണ്ടല്ലടാ ഞാൻ ഇത്ര മെച്ചൂരിറ്റി ആയിട്ട് പെരുമാറുന്നത്. കിട്ടു, നിന്റെ ഫേസിൽ നല്ല ക്ഷീണമുണ്ട്. വാ, നമുക്ക് അകത്തു വല്ലതും കഴിക്കാം. കേറ്, വാ. ഇങ്ങനെ ബലം പിടിച്ചേക്കല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? ചെല്ലാം കൂടെ വിളമ്പിത്തരും. ഓ, നിന്റെ ഭാഗ്യം ഉണ്ടാ. നല്ല ടേസ്റ്റാണ് അവൾ വെക്കണ കറിക്കൊക്കെ.
എന്തോ പ്രശ്നമുണ്ടല്ലോ. ഉം. പറയ്, എന്താ പ്രശ്നം? എന്തോ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. മടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ. കിട്ടൂന് എന്നോട് പഴയ സ്നേഹമില്ല. ആ, ഞാൻ പറഞ്ഞില്ലേ എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ തമ്മിൽ. എന്താ കിട്ടും നിനക്ക് പഴയതുപോലെ സ്നേഹമില്ലാത്ത? ഇന്ന് എനിക്ക് അവധിയാ. കുറേ കാലം കൂടിയിട്ടാ ഞങ്ങൾക്ക് ഒരേ ദിവസം ഓഫ് വരുന്നത്. അതുപോലും ഓർമ്മയില്ല. എന്നിട്ട് എന്നോട് എനിക്ക് ഓഫീസിൽ പോകണില്ലേ? കിട്ടു ഒരുപാട് മാറി. ആ, മാറി. ഇതിപ്പോ എന്റെ പുതിയ വേഷനാ. എന്തിനാ ചൂടാവുന്നേ? ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ചൂടായില്ല, ഇതിന്റെ ടോണാണ്. ഓ പിന്നെ ഞാൻ ഇപ്പൊ കാണാത്താണല്ലോ. എടി, നീ അത് ഒരു ദിവസം വരുന്നു ഒരു ദിവസം പോകുന്നു, ഇതൊക്കെ ഞാൻ അറിയണ എങ്ങനെയാ? എന്നാ പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, ഓഫീസിൽ പോണ്ട. എന്നാ ഒരു കാര്യം ചെയ്യും, ഈ മാസം ഇന്ത്യൻ ദിവസം ലീവാണെന്ന് എന്നോട് പറ. അപ്പൊ ആ ദിവസം ഞാൻ അവിടെ ഇരിക്കാം. എന്ത് പറഞ്ഞാലും തർക്കത്തരം കുറെ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ നീ ഇപ്പൊ പറയുന്നത് എന്തുട്ടാ? ഞാൻ കാര്യ ചോദിച്ചത് വേറൊന്നുമല്ല. പണി കളിയുണ്ട്. ഇതിപ്പോ പറയണ്ട തോന്നുന്ന എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ്. നിനക്കൊന്നുമില്ലേ പറയാൻ? തെറ്റ് എന്നല്ല പറഞ്ഞേ, ഒരുപാട് മാറിയെന്നാ പറഞ്ഞേ. എന്ത് മാറിയെന്ന്? നമ്മൾ പണ്ടും പോയിക്കൊണ്ടിരുന്ന, ഇതിപ്പോ ഇവൻ വന്നോണ്ടല്ലേ. ഇനിയിപ്പോ അവൻ വിചാരിക്കും അവനെ കുറിച്ചാ പറയണേ. പിന്നെ അവനെ കുറിച്ചല്ലാണ്ട് അവൻ കാരണം ഈ പ്രശ്നം മൊത്തം തുടങ്ങിയത്. എന്ത് തുടങ്ങിയതെന്ന് കിട്ടു ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. കുറെ കാലമായിട്ട് പറയാനുള്ള കാര്യങ്ങളാ ഇപ്പൊ പറയണേ. ഇങ്ങോട്ട് വന്നോണ്ട് പ്രശ്നം. അത് ശരി. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ കഴിഞ്ഞ മാസം 2 ദിവസം എന്റെ അടുത്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. നിനക്ക് leave എന്തടത്? ആണ്, പോണെന്ന് പറഞ്ഞു. പിള്ളേരേലും കഷ്ടമുള്ള നീ എന്താ പറഞ്ഞേ? നിനക്ക് പെട്ടെന്ന് അർജന്റായിട്ട് ഡ്യൂട്ടി വന്നു, അതുകൊണ്ട് എനിക്ക് പോകണം. എന്തിട്ടത്? അന്ന് ഞാൻ 2 ദിവസം ഇവിടെ ഇരുന്ന് ഞാൻ പൊട്ടൻ. അമ്മ. ഇത് തന്നെ ഞാൻ പറയണേ. ഹലോ അമ്മേ. നീ പറഞ്ഞിട്ട് ഞാൻ ചെയ്യും, അതിന് നീ വാല്യൂ തരില്ല. പിന്നെ നീ എപ്പോഴും ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ആ, പറഞ്ഞു കേക്കണ്ട. ഇതൊക്കെ ഞാൻ ഓക്കേ. എന്തോരം കണ്ടേക്കണം. അതുകൊണ്ടാണ് ഞാൻ എവിടെ ഞാൻ ഇന്ന് തന്നെ വന്നേക്കാം. ഓ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയായി. ഓക്കെ, ശരിയെന്നാ. വീട്ടിൽ പോവാം. വീട്ടിൽ എന്താ കണ്ണൂത്തിരിക്കണമെന്ന് പറയാനില്ലേ? എന്ത് പറയാൻ? ഈ സെയിം കാര്യം തന്നെയല്ലേ 4 പ്രാവശ്യം പറഞ്ഞായിരുന്നതിന് പിന്നെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? അത് അത്രയെങ്കിലും നേരത്തെ പറയണമായിരുന്നു. ഒരു തവണ പറയേണ്ട കാര്യം ഇപ്പൊ 4 പ്രാവശ്യം പറയേണ്ട അവസ്ഥയായില്ലേ? എടി, നീ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? നിനക്ക് 2 ദിവസം ലീവ് ഉണ്ട്. അപ്പൊ ഞാൻ 2 ദിവസം ഇവിടെ നോക്കിയിരുന്നപ്പോൾ നീ എന്താ പറഞ്ഞത്? നിനക്ക് പെട്ടെന്നായിട്ട് അർജന്റ് ഒരു വർക്ക് വന്നു, എനിക്ക് പോണ്ടി വന്നു. ഞാൻ പറയണ്ടല്ലോ പോയത്, പറഞ്ഞിട്ട് തന്നെയല്ലേ പോയത്. അത് തന്നെയാ പറഞ്ഞത്. നീ നിന്റെ സൗകര്യത്തിന് ഇപ്പൊ വരും, ഇപ്പൊ പോകും, അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ. ഞാൻ ഇവിടെ ഒരു പണിയെടുക്കാണ്ട് ഇവിടെ ആ കുത്തിയിരിക്കണം. ചോദിക്കണേ വല്ലപ്പോഴും എങ്ങോട്ട് വരുന്നു, എപ്പോ പോണു. ചോദിക്കാനായിട്ട് നീ എന്തെങ്കിലും പറയാനും കേൾക്കാൻ നിൽക്കണ്ടോ? ആ ഇനിയിപ്പോ അങ്ങനെ പറ. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഫുൾ ടൈം റീൽ അല്ല, നോക്കിയിരിക്കല്ലേ? എന്നോട് ഞാൻ മിണ്ടാൻ പറഞ്ഞ സമയമുണ്ടെങ്കിൽ കേൾക്കാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാം അവിടെ നോക്കിയിരിക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ പോകണം. ഈ ഇൻസ്റ്റാഗ്രാമിൽ നോക്കണതിന് എനിക്ക് എന്നോട് മിണ്ടാൻ സമയമില്ല. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ അല്ലാണ്ട് നിനക്ക് കണ്ട ചെറുക്കന്മാരുടെ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ താൻ നോക്കിക്കൊണ്ടിരിക്കാനല്ല. കണ്ടോ ഞാൻ ചെറുക്കനോട് സംസാരിക്കണേ? താൻ കണ്ടോ? താൻ കണ്ടോന്ന്? ഞാൻ കണ്ടില്ല, പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അത് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ പലതും തോന്നും. സ്വന്തമായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല.